കേരളത്തിൽ ASP ആയും SP ആയും ഒക്കെ സേവനമനുഷ്ഠിച്ച വിജയ് സാഖറെ പുതിയ ദൗത്യവുമായി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചില സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡൽഹിയിൽ നടന്ന ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ചില കണക്ഷൻസ് കേരളത്തിലേക്കുണ്ട് എന്നുള്ളതിൻ്റെയും വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ തന്നെ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഈ സ്ഫോടന പരമ്പരയിൽ ഉൾപ്പെട്ടതാണ്. ഇയാൾ പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് നേടി അവിടെ നിന്ന് സീറ്റ് ലഭിച്ചത് തിരുവനന്തപുരത്തായതുകൊണ്ട് അവിടെ പഠിച്ചു വന്നതാണ്. അങ്ങനെ പഠിച്ചു വന്ന ആ കാലയളവിൽ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബന്ധം ഇയാൾ വെച്ചു പുലർത്തിയിരുന്നു, ഇപ്പോഴും ഏതൊക്കെ തരത്തിലുള്ള ബന്ധം വെച്ചു പുലർത്തുന്നു, ഇത് സംബന്ധിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനായിട്ട് NIA നിയോഗിക്കുന്നു. NIAയുടെ ADG ആയിട്ടുള്ള വിജയ് സാഖറെയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇവിടെ അന്വേഷിക്കാനായിട്ട് വരുന്നത്. അതിനകത്ത് IG, DIG, SP മാരൊക്കെ ഉൾപ്പെടുന്ന സംഘമാണ്. മാത്രമല്ല വിജയ് സാഖറയ്ക്ക് കേരളവുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. ഇതിൽ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായിട്ട് വലിയ അടുപ്പമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ മോദിയുടെ അടുപ്പക്കാരനായിട്ട് കേരളത്തിലേക്ക് വിജയ് സാഖറെ വരുമ്പോൾ ഇവിടുത്തെ ചില നിർണായക കേന്ദ്രങ്ങളിൽ നിന്ന് ചില ആളുകളെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ എറണാകുളം, പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ ലഷ്കർ-e തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ബന്ധപ്പെട്ട് ചില അകന്ന ബന്ധത്തിലുള്ള സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നു. നേരിട്ടുള്ള ബന്ധമൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സാമൂഹ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി വന്ന സംഘടനകളിലൊന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ട്. പതിയെ അതിൻ്റെ നിറവും രുചിയും ഒക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UPA സർക്കാരിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ വരുന്നു. എന്ന് പറഞ്ഞാൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയതയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകുന്ന NDAയുടെ ഒരു സർക്കാർ വരുന്നു. ഈ സർക്കാർ 5 വർഷം കൊണ്ട് ഭരണം അവസാനിപ്പിക്കുന്നില്ല. തുടർ ഭരണവും അവർക്ക് തന്നെ കിട്ടി. വീണ്ടും 3ാമതും അവർക്ക് ഭരണം കിട്ടുന്നു. അതോടുകൂടി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമാന മനസ്ഥിതിയുള്ള സംഘടനകളുടെയൊക്കെ പ്രവർത്തനം മന്ദീഭവിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ നാട്ടിൽ കാണിച്ച ചില ക്രൂരതകൾ, ഇപ്പോൾ നമുക്കറിയാലോ, ഇവിടെ പല പ്രശ്നങ്ങളിലും അനാവശ്യമായ പ്രതിഷേധമൊക്കെ മുഴക്കാറുണ്ട്. ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു പെൺകുട്ടി എറണാകുളം ജില്ലയിൽ തന്നെ ആത്മഹത്യ ചെയ്തതിനകത്ത് കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദിൻ്റെ കണക്ഷൻ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ചില കണക്ഷൻ ഉണ്ട്. നമുക്കറിയാം ലോകത്തെവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ ഒരു ബന്ധം, അതിൻ്റെ ഒരു വള്ളി എത്തി നിൽക്കുന്നത് കേരളത്തിലായിരിക്കും. സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ എന്ന രീതിയിൽ നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അതിലും കേരളത്തിൽ നിന്ന് പോയ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അടക്കമുള്ളവരാ. അതിനുശേഷം ഈ പഹൽഗാം ആക്രമണം നടക്കുന്നു. പഹൽഗാം ആക്രമണം നടന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ പഹൽഗാം ആക്രമണം സംഭവിച്ചതിന് സമീപത്തുള്ള ഒരു കാട്ടിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടതിൽ കാണപ്പെടുന്നു. അത് കാസർഗോഡ് സ്വദേശിയാണ്. ബംഗളൂരുവിൽ ജോലിക്ക് പോയ ആൾ എങ്ങനെയാണ് കശ്മീരിൽ എത്തിച്ചേർന്നത്? അവിടെയും ഒരു കണക്ഷൻ വരുന്നു. ഇനി ജ്യോതി മൽഹോത്ര ഒരു വ്ളോഗറാണ്. ഇവരാണ് പിന്നീട് എറണാകുളത്ത് വന്നു, നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ അവിടെ വരുന്നു, നേവിയുടെ അടുത്ത് വരുന്നു, അവിടെ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നു. ഏഴിമല പോകുന്നു, മൂന്നാറിൽ പോകുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ, ഫോട്ടോകളൊക്കെ ചിത്രീകരിച്ച് ആർക്കൊക്കെയോ കൊടുക്കുന്നു. ഈ പഹൽഗാം ആക്രമണത്തെ അവിടെയും ബന്ധമുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു കേരള കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ കേരള പോലീസ് മുമ്പ് ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു. 5-6 വർഷം മുമ്പ് നടത്തിയ അന്വേഷണത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതിൻ്റെ ചൂട് പിടിച്ചാണ് വിജയ് സാഖറെ അന്വേഷണത്തിന് വരുന്നത്. അങ്ങനെ അന്വേഷണത്തിന് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ജില്ലകളിൽ ഇത്തരത്തിലുള്ള സ്വാധീനമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാം. മാത്രമല്ല ഈ മുഹമ്മദ് ആരിഫ് ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് നേരത്തെ അവിടെ ഒരു ഇമാമായിട്ട് പ്രവർത്തിച്ച ആളുണ്ട്, ഇർഫാൻ. ഇയാളാണ് ശരിക്കും ഇവരെയൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ ഇമാമിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ 112 ഡോക്ടർമാരാണുള്ളത്. ഈ 112 പേരിൽ മുഹമ്മദ് ആരിഫ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും മുഹമ്മദ് ആരിഫിന് കേരളത്തിൽ ആരുമായിട്ടാണ് കണക്ഷൻ, ആരൊക്കെ ബന്ധം നൽകുന്നു, ഇതാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ വിജയ് സാഖറെയും സംഘത്തിൻ്റെയും വരവ് വെറുതെ ആയിരിക്കില്ല എന്നും വ്യക്തം. രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്ന, രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ കേരളത്തിലുമുണ്ട്. അവരെ തൂക്കിയെടുത്തുകൊണ്ട് പറന്നു പോകാം. നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ ഈ
പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനത്തിൽ ഒരു വിദ്യാർത്ഥി വളരെ പ്രകോപനപരമായ മുദ്രാവാക്യം മറ്റൊരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നടത്തി. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് വലിയൊരു സംഘം എത്തുന്നു, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ മുഴുവൻ നേതാക്കളെയും പൊക്കിക്കൊണ്ട് പോകുന്നു. പക്ഷേ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഒരു വർഷക്കാലത്തോളം ഇവർ അടങ്ങി ഒതുങ്ങി നിന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരെല്ലാം തന്നെ SDP നുഴഞ്ഞു കയറുന്നു. അതായത് SDP എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. തൊട്ടപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രത്തെ സ്വപ്നം കാണുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. അവരും ചേർന്ന് ഇപ്പോൾ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെയൊക്കെ എല്ലാം സഹായം ചെയ്യുന്നുണ്ട്. ഒപ്പം തുർക്കിയിൽ നിന്ന് സാമ്പത്തിക സഹായം എത്തിയതിൻ്റെ ചില നിർണായക വിവരങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ചാവേറായി പ്രവർത്തിച്ച ഒരു ഡോക്ടർ, അതുപോലെ തന്നെ ഈ സംഘത്തിലുള്ള മറ്റ് ചില ആളുകളൊക്കെ തന്നെ തുർക്കിയിൽ പോയി അവിടുത്തെ IS നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതുപോലെ തന്നെ ഡോക്ടർ ഷെഫ്ന, ഈ ഷെഫ്ന എന്ന് പറയുന്ന വനിതാ ചാവേറിനെ അല്ലെങ്കിൽ വനിതാ ഡോക്ടറിനെ ഇവർ റിക്രൂട്ട് ചെയ്തപ്പോൾ അയാൾക്കും ഈ മുഹമ്മദ് ആരിഫുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മുഹമ്മദ് ആരിഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി വന്നപ്പോൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? LDF ഗവൺമെൻറ് ഇവിടെ തീവ്രവാദ നിലപാടുള്ള ആരുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിജയ് സാഖറെ ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് അത്തരത്തിലുള്ള ആളുകൾ ഇവിടെയുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനായിട്ടാണ് NIA കേരളത്തിലേക്ക് വരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഉമർ നബിയുടെ ഉമർ നബി പ്രവർത്തിച്ച ഒരു മേഖല ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറയുന്ന അൽഫല ആശുപത്രി. ഈ അൽഫല ആശുപത്രിയിൽ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ അവിടെ താലിബാനിസം നടപ്പാക്കാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ സമ്മതിക്കില്ല, ഇവർ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരിക്കാൻ അനുവദിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവിടെ താലിബാനിസം നടപ്പാക്കാനുള്ള പദ്ധതിയായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ അധ്യാപകർ തിരിച്ചറിയുന്നത്. 8 പ്രൊഫസർമാരാണ് ഇപ്പോൾ അവിടുന്ന് ജോലി രാജിവെച്ചത്. മാത്രമല്ല ഈ മുഹമ്മദ് ആരിഫിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചില ബന്ധങ്ങൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് നീളുന്നു. 32 കാറുകളാണ് ഈ സംഘം വാങ്ങിച്ചത്. ഈ 32 കാറുകൾ വാങ്ങാനായിട്ട് ചില മലയാളി സഹായങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം, ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നൂല് കേരളത്തിലേക്കും വലിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് NIA നമ്മുടെ സംസ്ഥാനത്തെയും ഗൗരവമായി കാണുന്നു. അപ്പോൾ ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തെയും സംശയത്തിൻ്റെ നിഴലിലേക്ക് നിർത്തുകയാണ്. അപ്പോൾ ഡോക്ടർ ഷഹീൻ സെയ്ദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടൽ, ഈ ഡോക്ടർ ഗൾഫിലേക്ക് പ്രത്യേകിച്ച് ദുബായിലേക്കൊക്കെ കടക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ടല്ല ഈ തീവ്രവാദ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നത്. പതിയെ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഈ NIA സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിജയ് സാഖറയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം കേരളത്തിലേക്ക് എത്തുമെന്നും സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ചവരെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആർമിയോ NIA ഒന്നും തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും കേരളത്തിൽ ചിലതൊക്കെ നടക്കുമെന്നാണ് NIAയുടെ വരവ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.